Question number 9. Waves എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ട്. ആ ടോപ്പിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡിങ് വേവ്സ് ഫോംഡ് ഇൻ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. ഓക്കെ, ആ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് നോക്കാം. The fifth harmonic of a closed organ pipe is found to be in unison with the first harmonic of an open pipe. The ratio of length of closed pipe to that of open pipe is 5/x, the value of x. So, നമ്മൾ ഒരു ക്ലോസ്ഡ് പൈപ്പ് ഉണ്ട്. സപ്പോസ് അതിന്റെ ലെങ്ത് L into C എന്ന് എടുക്കുകയാണ്. ഇനി ഒരു ഓപ്പൺ പൈപ്പ് ഉണ്ട്, അതിന്റെ ലെങ്ത് LO എന്ന് എടുക്കുകയാണ്. നമുക്കറിയാം ഇവന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വരുന്നത് ക്ലോസ്ഡ് പൈപ്പിൻ്റെതാണെങ്കിൽ V/4LC ആണ്. ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വന്നിട്ട് അല്ലെ എത്ര വരും? V/2LO എന്നാണ് വരിക. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഫിഫ്ത്ത് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. ആ ക്ലോസ്ഡ് പൈപ്പിന്റെ ഫിഫ്ത്ത് ഹാർമോണിക് അല്ലെ. അപ്പൊ ഫിഫ്ത്ത് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് തന്നെ എത്ര വരികടാ മക്കളെ? 5 into V/4LC അല്ലെ. അപ്പൊ ഫിഫ്ത്ത് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് 5 times ഫണ്ടമെന്റൽ ഈക്വൽ ടു ഫസ്റ്റ് ഹാർമോണിക് ഓഫ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ V/2LO. ഓക്കെ, എന്തൊക്കെ കട്ട് ചെയ്തു? ഇതാ ഈ വിയും കട്ട് ചെയ്തു. ഈ 2 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 വരും അല്ലെ. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് 5/2 into LC ഈക്വൽ ടു LO എന്നാണ് അല്ലെ. എന്താ ക്വസ്റ്റ്യൻ കണ്ടത്? റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ടു ദാറ്റ് ഓഫ് ഓപ്പൺ പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിന്റെ ലെങ്ത് ബൈ ഓപ്പൺ പൈപ്പിന്റെ ലെങ്ത് LC/LO അല്ലടാ. ആക്ച്വലി ഇവിടെ 1/LO ആണ്, ഇത് 1/LO ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് LC/LO അല്ലേ കാണേണ്ടത്. അപ്പൊ ദാ ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്താൽ 5/2 ഈക്വൽ ടു LC/LO എന്ന് കിട്ടിയില്ലേ അല്ലെ. അപ്പൊ നമുക്ക് LC/LO നമ്മൾ കണ്ടുപിടിച്ചപ്പം LC/LO ഈക്വൽ എന്താ വന്നത്? 5/2 എന്നല്ലേ അല്ലെ. അവര് തന്നിരിക്കുന്ന എന്താ? അവര് പറയുന്നത് LC/LO എന്ന് പറയുന്നത് എത്രയാണ്? 5/x ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ. എത്ര എക്സിന്റെ വാല്യൂ? എക്സിന്റെ വാല്യൂ 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എക്സിന്റെ സ്ഥാനത്ത് 2 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക.